ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. എൻക്ലെക്സ് സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെന്നും എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാമെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ നഴ്സ് ഇസ് റിവ്യൂയിങ് ന്യൂ പ്രിസ്ക്രിപ്ഷൻസ് ഫോർ എ ക്ലയന്റ് വിത്ത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആൻഡ് ലേറ്റന്റ് പൾമണറി tuberculosis. The nurse should clarify the prescription for prednisone, multivitamin, lansoprazole, metronidazole. ഓക്കെ, സോ ന്യൂ പ്രിസ്ക്രിപ്ഷൻസ് ഒരു ക്ലയൻറ്റിന് കൊടുക്കുകയാണ്. അത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസും ലേറ്റൻറ്റ് പൾമണറി ട്യൂബർക്ലോസിസും ഉള്ള ക്ലയൻ്റാണ്. അപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ക്ലാരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേത് പ്രിസ്ക്രിപ്ഷൻ ആണോ ഒന്ന് കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. അതായത് പ്രെഡ്നിസോൺ, മൾട്ടിവിറ്റമിൻ, ലാൻസോപ്രസോൾ, മെട്രോണിഡാസോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലയൻറ്റിന് കൊടുക്കാൻ പാടില്ലാത്തൊരു ഡ്രഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളൊരു ഡ്രഗ് ആയിരിക്കാം. സോ പ്രിസ്ക്രിപ്ഷൻ ക്ലാരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏത് പ്രിസ്ക്രിപ്ഷനാണ് ഒന്നുകൂടെ കെയർഫുള്ളി അസസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഡ്രഗ് ഇൻട്രാക്ഷൻസും കോൺട്രാ ഇൻഡിക്കേഷൻസും ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. ഈ ഡ്രഗ് കൊടുക്കാൻ പാടില്ലേ, ഈ ഡ്രഗ് കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളൊരു ഡ്രഗ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഹിൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ കണ്ടീഷൻസും ഈ ഡ്രഗും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇവിടെ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, IBDയും പൾമനറി ട്യൂബർക്ലോസിസും. അത് ലേറ്റൻ്റ് ആണ് പറയുന്നത്. നമുക്കറിയാം പൾമനറി ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷൻ ആണ്. ആൻഡ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റൻറ്റ് TB ഉണ്ട്, ആക്റ്റീവ് TB ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ആക്റ്റീവ് TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതായത് ബാക്ടീരിയ കണ്ടേജിയസ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നൗ ലേറ്റൻറ്റ് TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ബോഡിയിലുണ്ട്, പക്ഷേ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഡിസീസ് സ്പ്രെഡ് ആവുന്ന ഒരു സ്റ്റേജിലായിരിക്കില്ല. അപ്പോൾ ലേറ്റൻറ്റ് TB എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയാസ് ആർ അലൈവ്, പക്ഷേ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ബാക്ടീരിയ എലൈവ് ആണ് ബട്ട് ഇനാക്റ്റീവ് ആണ്. അതെങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ? ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്ടീരിയ ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, നൗ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവായിട്ട് കണ്ടീഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിനെയാണ് ലേറ്റൻറ്റ് TB ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു ക്ലയൻറ്റിൻ്റെ പൾമനറി TB ലേറ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൾമനറി TB അതിൻ്റെ ബാക്ടീരിയ ആ ക്ലയൻറ്റിൻ്റെ ബോഡിയിലുണ്ട്, പക്ഷേ ഇത് കണ്ടേജിയസ് അല്ല, അതായത് ആ ബാക്ടീരിയ ആക്റ്റീവ് അല്ല എന്നാണ് മീനിങ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ആക്റ്റീവ് അല്ലാത്തത്? നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ, അതുകൊണ്ടാണ് ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്ലയൻറ്റിൻ്റെ TB ലേറ്റൻ്റ് ആണെന്ന് പറയുന്നത്. സോ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് ലേറ്റൻറ്റ് മാറിയിട്ട് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്തിപ്പോൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ലേറ്റൻറ്റിൽ നിന്ന് ആക്റ്റീവായിട്ട് മാറും. ഓക്കെ, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ പൾമനറി ട്യൂബർക്ലോസിസ് ലേറ്റൻ്റ് ആണ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ പറയുന്ന ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻ മെഡിക്കേഷൻസ്, അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, പ്രെഡ്നിസോൺ ഇവിടെ ഒരു ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗാണ്. അതുകൊണ്ട് ഈ ഡ്രഗിനാണ് ലേറ്റൻറ്റ് TBനെ ആക്റ്റീവ് TB ആക്കി മാറ്റാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പൾമണറി ട്യൂബർക്ലോസിസ് പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ വെറുതെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. എൻക്ലെക്സിന് അതിൻ്റെ കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ഡ്രഗ് ഏതാണ്? ഈ പ്രെഡ്നിസോണും ഈ പറയുന്ന ലേറ്റൻറ്റ് TBയും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. എങ്ങനെയാ, എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത്? കാരണം ഈ പ്രെഡ്നിസോൺ മാത്രമല്ല, ഇമ്മ്യൂണോ സപ്രസൻസും ഈ പറയുന്ന ലേറ്റൻറ്റ് TBയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാമോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് അവരത് നോക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ലേറ്റൻറ്റ് TBയിൽ നിന്ന് ആക്റ്റീവ് TB ആവാൻ പാടില്ല. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റീനെ സപ്രസ് ചെയ്യുന്ന ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല. ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആയിരിക്കണം. ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആണെങ്കിൽ ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്ത് ഈ ലേറ്റൻറ്റ് TBയിൽ കണ്ടിന്യൂ ആകുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് പ്രെഡ്നിസോൺ ആണ് ഇവിടെ ക്ലാരിഫൈ ചെയ്യേണ്ട ഡ്രഗ്. പ്രെഡ്നിസോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി സപ്രസ് ആവുകയും ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. അതുവഴി ലേറ്റൻറ്റ് TB ആക്റ്റീവ് TB ആവാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന മൾട്ടിവിറ്റമിന്, അതുപോലെ തന്നെ
മൾട്ടി വിറ്റമിൻ നമ്മൾ എഗെയിൻ ഈ പറയുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാകുമല്ലോ IBD കൊണ്ട്, അപ്പം അങ്ങനെയുള്ള ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. ലാൻസോപ്രസോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. മെട്രോണിഡാസോൾ ആൻറ്റി മൈക്രോബിയൽ ആണ്. ഇതൊക്കെ സേഫ്ലി നമുക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനും അതുപോലെ തന്നെ ലേറ്റൻ TB ഇൻഫെക്ഷനും കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ്. അതുകൊണ്ടാണ് 2, 3 and 4 വരാത്തത്. സോ പൾമണറി TB അത് ലേറ്റൻ്റ് ആണെന്ന് പറയുമ്പം ഏത് ഡ്രഗാണ് കൊടുക്കാൻ പാടില്ലാത്തത്, ഒന്നുകൂടെ ഒന്ന് അസസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടിപ്സ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് എൻക്ലെക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ വരാം, നമ്മൾ ഈ പ്രോമെട്രിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻക്ലെക്സ് നമുക്കത് യൂസ്ഫുൾ ആവണമെന്നില്ല. തിയറി മാത്രം കുറേ പഠിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ യൂസ്ഫുൾ ആവണമെന്നില്ല. ഏതൊക്കെ കണ്ടീഷൻ ഡ്രഗുമാണ് ഒരുമിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ 2 കണ്ടീഷൻസ് ഒരുമിച്ച് ചോദിക്കാം, ഇങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.